നമസ്കാരം. പ്രൗഢം പ്രാദേശികം സഭാചരിതം ദേവാലയങ്ങളുടെ ചരിത്ര പരിപാടി വീണ്ടും ആരംഭിക്കുന്നു. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് കുറവിലങ്ങാട് പള്ളിയെപ്പറ്റിയാണ്. കുറവിലങ്ങാട് പള്ളി സീറോ മലബാർ സഭയുടെ ആദ്യത്തെ മേജർ എപ്പിസ്കോപ്പൽ ദേവാലയമാണ് കുറവിലങ്ങാട് മർത്തുമറിയം ദേവാലയം. പാലാ രൂപതയുടെ കീഴിൽ വരുന്ന ഈ പള്ളി പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. കേരളത്തിൽ തോമാസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികൾക്ക് ശേഷം ആരംഭം കുറിച്ച 2ാം ഗണത്തിലുള്ള പള്ളികളിൽ ആദ്യത്തേതാണ് കുറവിലങ്ങാട് പള്ളി. പാലയൂർ പ്രദേശത്ത് നിന്ന് വിശ്വാസികൾ ഇവിടെ എത്തി എന്നാണ് കരുതപ്പെടുന്നത്. കുറവിലങ്ങാട് പള്ളിയുടെ ചരിത്രം, വിശ്വാസവും ഐതിഹ്യവും ഇടകലർന്ന ഒരു കഥയാണ്. ഇത് കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. കുറവിലങ്ങാട് പള്ളിയിലെ മാതാവിനെ വിശ്വാസികൾ മുത്തിയമ്മ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കന്നുകാലികളെ മേയിച്ച് നടന്ന് കാട്ടിലകപ്പെട്ടുപോയ ഇടയ ബാലർക്ക് പരിശുദ്ധ കന്യകാമറിയം മുത്തിയമ്മയുടെ രൂപത്തിൽ ഇവിടെ വെച്ച് ദർശനം നൽകുകയും ദാഹജലത്തിനായി നീരുറവ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. കുറവിലങ്ങാട് പള്ളി നിലകൊള്ളുന്ന സ്ഥലം പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട് തിരഞ്ഞെടുത്തതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. വിശന്നു വലഞ്ഞ കുട്ടികൾക്ക് മാതാവ് അപ്പവും വെള്ളവും നൽകിയത് ഇവിടെയാണെന്നും പറയപ്പെടുന്നു. പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് ഇപ്പോഴും അത്ഭുത ഉറവയുണ്ട്. ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടയാളമായി കണക്കാക്കപ്പെടുന്നു. ഈ ഉറവയിലെ ജലം അത്ഭുത ശക്തിയുള്ളതാണെന്ന വിശ്വാസം ഇന്നും നിലവിലുണ്ട്. അത് സത്യവുമാണ്. ഇവിടെ ഒരേ ചുറ്റുവട്ടത്ത് തന്നെ 3 പള്ളികളുണ്ട്. ഒന്ന് ഇടവകപ്പള്ളിയായ വലിയ പള്ളി, അതിന് തൊട്ട് കിഴക്ക് സെമിത്തേരിയിൽ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നാമത്തിൽ ഒരു കപ്പേള, അതിനും തെക്കായി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിലെ ചെറിയ പള്ളി. പല പ്രാവശ്യം ഈ പള്ളി പുതുക്കി പണിതിട്ടുണ്ട്. സുറിയാനി ലിഖിതങ്ങളുള്ള കൽമണ്ഡപവും കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിശും ഇവിടുത്തെ പ്രത്യേകതയാണ്. 48 അടി ഉയരമുള്ള കുരിശും അതിൻ്റെ കരിങ്കൽ തറയും ക്രിസ്തുവർഷം 1575 പണി കഴിപ്പിച്ചതാണ്. കരിങ്കൽ തറയിൽ ഈശോയുടെ ക്രൂശിത രൂപവും പെലിക്കൻ പക്ഷിയും മുന്തിരിക്കുലകളും കുത്തിവെച്ചിരിക്കുന്നു. ഒപ്പം താമരയിലകളും. ഇത് മുൻകാലങ്ങളിലെ ഈ പ്രദേശത്തെ ബുദ്ധമത സ്വാധീനത്തെ സൂചിപ്പിക്കുന്നതാണ്. ചുറ്റുവിളക്ക് കത്തിക്കുക എന്ന നസ്രാണി പാരമ്പര്യമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനം. ചെറിയ പള്ളിയുടെ തെക്ക് വശത്താണ് മണിമാളിക സ്ഥിതി ചെയ്യുന്നത്. 3 ഭീമൻ മണികളുള്ള ഈ മണിമാളിക 1910 നിർമ്മിച്ചതാണ്. 1911 ജർമ്മനിയിലെ ഹാംബുർഗിൽ നിന്നും 30,000 രൂപ മുടക്കി 4 മണികൾ കപ്പൽ മാർഗം കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. യാത്രാമധ്യേ അവയിൽ ഒരെണ്ണം കടലിൽ നഷ്ടപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പള്ളികളിലെ രേഖകൾ പ്രകാരം മണികൾക്ക് യഥാക്രമം 1666 കിലോഗ്രാം, 1173 കിലോഗ്രാം, 710 കിലോഗ്രാം ഭാരം വീതമുണ്ടെന്നും പറയുന്നു. ഈ മണികൾക്കൊരു പ്രത്യേകതയുണ്ട്. സപ്തസ്വരങ്ങൾ വായിക്കാമെന്ന് കരുതപ്പെടുന്ന ഈ മണികൾ അവയുടെ ഭാരക്കൂടുതൽ മൂലം കാലുകൊണ്ട് ചവിട്ടിയാണ് മുഴക്കുന്നത്. 3 നോമ്പ്, 8 നോമ്പ്, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന തിരുനാളുകൾ. ഇതിൽ തന്നെ 3 നോയമ്പ് തിരുനാളാണ് ഏറ്റവും പ്രസിദ്ധവും ആഘോഷപൂർവ്വം കൊണ്ടാടുന്നതും. 50 നോമ്പിന് 18 ദിവസം മുന്നോടിയായാണ് 3 നോയമ്പ് തിരുനാൾ ആഘോഷിക്കുന്നത്. 3 നോമ്പ് തിരുനാളിലെ 2ാം ദിവസത്തെ കപ്പൽ പ്രദക്ഷിണം വളരെ പ്രസിദ്ധമാണ്.
വിവിധ നാടുകളിൽ നിന്ന് നിരവധി ആളുകളാണ് ഈ ദിവസം ഇവിടെ എത്തുക. മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ഒട്ടേറെ തീർത്ഥാടകർ എത്തുന്ന പതിവുള്ളതിനാൽ അന്നേ ദിവസം ഒട്ടേറെ വിശുദ്ധ കുർബാനയും ആരാധനയും നേർച്ച വഴിപാടുകളും ഇവിടെ നടന്നു വരുന്നു. എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളും തിരുനാൾ ദിവസത്തിന് സമാനമായ ഒരു പ്രതീതിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. വിശ്വാസികളുടെ തിരക്ക് ഇവിടെ എന്നും ഈ വെള്ളിയാഴ്ചകളിൽ ഉണ്ടാവാറുണ്ട്. പള്ളിയിലെ 3 നോമ്പ് തിരുനാളിന് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആനയെ പ്രദക്ഷിണത്തിന് അയക്കുകയും ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പള്ളിയിൽ നിന്ന് മുത്തുക്കുടകൾ കൊടുത്തയക്കുകയും ചെയ്യുന്ന ചടങ്ങ് ഇപ്പോഴും നടക്കുന്നു. കുറവിലങ്ങാട് കപ്പലോട്ടം കടപ്പൂർ നിവാസികൾക്കാണ് കപ്പലെടുക്കുന്നതിനുള്ള അവകാശം നിലവിലുള്ളത്. അതുപോലെ തന്നെ കപ്പൽ വഹിക്കുന്നതിന് നേതൃത്വം നൽകുന്നതും ചില കുടുംബങ്ങളുടെ പാരമ്പര്യ അവകാശമായി ഇവിടെ കരുതപ്പെടുന്നു. വാഴ്ത്തപ്പെട്ട കന്യകാമറിയത്തിൻ്റെ ഛായാചിത്രമാണ് ഈ പള്ളിയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന്. റോമിലെ മരിയ മാഗിയോർ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന സുവിശേഷകനായ വിശുദ്ധ ലൂക്കോസ് വരച്ച ചിത്രത്തിൻ്റെ ഒരു പകർപ്പാണ് ഈ ഛായാചിത്രം. കുറവിലങ്ങാട്ട് ഇതെങ്ങനെ എത്തി എന്നതിനെക്കുറിച്ചുള്ള പാരമ്പര്യങ്ങൾ വ്യത്യസ്തമാണ്. പുരാതന പള്ളികൾക്കായി നിർമ്മിച്ച 7 ഛായാചിത്രങ്ങളിൽ ഒന്നായി യൂറോപ്യൻ മിഷണറിമാർ ഇത് കൊണ്ടുവന്നതാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. പോർച്ചുഗീസുകാർ വരുന്നതിന് മുൻപ് പേർഷ്യയിൽ നിന്നാണ് ഇത് വന്നതെന്ന് മറ്റു ചിലരും പറയുന്നു. ഒരു മരപ്പലകയിൽ വരച്ച ഈ ഛായാചിത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെങ്കിലും ശ്രദ്ധേയമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനാൽ യാതൊരു മങ്ങലും ഏൽക്കപ്പെട്ടിട്ടില്ല. ഈ ഛായാചിത്രം ഈ പള്ളിയിലെ മുഖ്യ ആകർഷണമാണ്. 19 നൂറ്റാണ്ടുകളിലായി കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായി പ്രശോഭിക്കുന്ന കുറവിലങ്ങാട്ട് മർത്തുമറിയം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളി സഭയുടെയും സമുദായത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ചരിത്രഗതിയെ ഏറെ സ്വാധീനിച്ച് ഈ 21-ാം നൂറ്റാണ്ടിലും വിശ്വാസത്തിലും പാരമ്പര്യത്തിലും തല ഉയർത്തി നിൽക്കുന്ന അനുഗ്രഹത്തിൻ്റെ മുത്തിയമ്മയുടെ ഈ പള്ളി സഭയിലും നാടിനും വിശ്വാസികൾക്കും എന്നും അനുഗ്രഹത്തിൻ്റെ ഒരു കേന്ദ്രമായി പരിലസിക്കുന്നു. എന്നും ഈ ദേവാലയം സീറോ മലബാർ സഭയുടെയും മറ്റ് വിശ്വാസികളുടെയും കേന്ദ്രമായി മാറുന്നു. പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തിൻ്റെ, അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ നീരുറവ കേന്ദ്രമായി കേരളത്തിൽ ഈ പള്ളി പ്രശോഭിക്കുന്നു.